നിർമ്മിച്ചത് RSSന്റെ ഫാക്ടറിയിൽ വിരിയിച്ചെടുത്ത ഒരു സംഘപരിവാർ കുഞ്ഞു മാത്രം മോദി. ഈ RSSന്റെ പാടത്ത് വെച്ച ഒരു കോലമാണ് മോദി. മോദിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ഒറ്റ ഉദാഹരണം മാത്രം എടുത്താൽ മതി. 11 വർഷമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഈ രാജ്യത്തെ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ സംസാരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു ധൈര്യമില്ലാത്ത ഒരാൾ തീർച്ചയായിട്ടും RSSന്റെ പ്രോഡക്റ്റ് എന്നുള്ള ലേബലിൽ തന്നെയാണ് ഇവിടം വരെ എത്തിയതിന് ശേഷം നരേന്ദ്രമോദി എന്തൊക്കെയാണ് എന്ന് അവർ വലിയ PR എക്സസൈസ് നടത്തുകയും അത് കേട്ട് കുറേ ആളുകൾ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നതിനപ്പുറം ഇപ്പോൾ RSSന്റെ മേധാവി പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിർദ്ദേശമൊക്കെ തന്ന് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന അത് വന്നപ്പോൾ ഒരു ചെറിയ പേടി വന്നപ്പോഴാണ് RSSനെ പുകഴ്ത്തുന്നു, RSSന്റെ കാര്യാലയത്തിൽ സന്ദർശനം നടത്തുന്നത്. ഇതൊക്കെ സംഭവിക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് RSSനെ പുകഴ്ത്തുന്ന മോദിക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നാണ്. അതിന്റെ ഭാഗമാണ് അധികാരം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് RSS ഈ രാജ്യത്ത് വലിയ സേവനം നടത്തിയിട്ടുണ്ട്, ത്യാഗം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. RSS നടത്തിയ ഏറ്റവും വലിയ ത്യാഗവും സേവനവും ഗാന്ധിയെ കൊന്നു എന്നുള്ളതിന് അതിന് ഗാന്ധി വധത്തിന് നേതൃത്വം കൊടുക്കുന്ന ആശയം രൂപീകരിച്ചു എന്നുള്ളതാണ്. RSS നടത്തിയ ഏറ്റവും വലിയ സേവനം ബാബറി മസ്ജിദ് തകർത്തു എന്നുള്ളതാണ്. മക്ക മസ്ജിദും സംജോത എക്സ്പ്രസിലൊക്കെ അക്രമം നടത്തുകയും ഗുജറാത്ത് കലാപത്തിന് ദീപകരിയൊക്കെ ചെയ്തതാണ് RSS നടത്തിയ വലിയ ത്യാഗവും സേവനവും ഒക്കെ. അങ്ങനെ ഈ രാജ്യത്ത് കലാപകലുഷിതമായ 10-75 വർഷക്കാലം സംഭാവന ചെയ്തുകൊണ്ട് വർഗീയ കലാപങ്ങളിലൂടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ നടത്തിയ ഏറ്റവും വലിയ ത്യാഗപൂർണ്ണമായ പ്രവർത്തനം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ രാജ്യനിർമ്മിതിയിലോ അതിനുശേഷം രാജ്യത്തിന്റെ വികസന സങ്കല്പങ്ങളിലോ ഒരു അറ്റത്ത് പോലും അവരുണ്ടായിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബിജു നായർ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണ സമയത്ത്, അതിന്റെ ഡ്രാഫ്റ്റിംഗ് സമയത്ത്, അത് അംഗീകരിക്കുന്ന സമയത്ത് ഇത് വൈദേശികമായ ഭരണഘടനയാണ്, ഇതിൽ ഭാരതീയമായ ഒന്നുമില്ല, അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇവര് മൂവർണ്ണക്കൊടി അംഗീകരിക്കാൻ പറ്റില്ല, ഭഗവദ്ധ്വജമാണ് വേണ്ടത്, 3 എന്നുള്ള നമ്പർ പോലും അപശകുനമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച RSS ഇന്ന് മൂവർണ്ണക്കൊടി ഉയർത്തുന്നു, ചെങ്കോട്ടയിൽ പ്രസംഗിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു പറയുന്നു. എനിക്ക് ഒറ്റ ചോദ്യമുണ്ട്, RSSന്റെ ഭരണഘടന ഈ ചാനൽ ചർച്ച തീരുന്നതിന് മുമ്പ് ബിജു നായർക്ക് നമുക്ക് തരാൻ പറ്റുമോ? RSSന്റെ ഭരണഘടന ബിജു നായർ കണ്ടിട്ടുണ്ടോ? മറ്റാരും കാണാത്ത, നമ്മളെപ്പോലെ മറ്റാർക്കും കാണാൻ കിട്ടാത്ത ഈ RSSന്റെ ഭരണഘടനയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? നാട്ടിലെ ആളുകൾക്ക് അറിയണമല്ലോ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിഘാതമായുള്ള പദ്ധതികൾ നിങ്ങൾ നടപ്പാക്കുന്നു, നിങ്ങൾ RSSന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ RSSന്റെ ഭരണഘടനയിൽ എന്താണ് എഴുതി വെച്ചതെന്ന് അറിയാനുള്ള സാമാന്യ അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് RSS വലിയ സേവനം നടത്തി എന്ന് പറയുമ്പോൾ ഈ RSSന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന RSSന്റെ ഭരണഘടന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് കിട്ടണ്ടേ? അവർക്കൊന്ന് കാണണ്ടേ അതിൽ എന്താ നിങ്ങൾ